MC ജിതിൻ എന്ന MC സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് സൂക്ഷ്മദർശിനി. ഈ സംവിധായകൻ്റെ ഇതിനു മുമ്പത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നോൺസെൻസ് ആണ്. അത് ഒരു അടിപൊളി പരിപാടിയായിരുന്നു. ഒരു സംവിധായകൻ്റെ ആദ്യത്തെ പടം എന്നൊക്കെ പറയുമ്പോഴേ അത് ഇപ്പോൾ കിട്ടുന്ന അപ്രിസിയേഷനേക്കാൾ കൂടുതൽ അർഹിക്കുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അയാളുടെ അടുത്തൊരു പടം വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. പിന്നെ ബേസിൽ നസ്രിയ കോമ്പിനേഷൻ, അവരിതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, പിന്നെ ഇൻ്റർവ്യൂസിലുള്ള അവരുടെ ക്യാരക്ടർ പരിപാടികളൊക്കെ വെച്ചിട്ട് ഇത് രണ്ടും കൂടി ചേരുമ്പോൾ എങ്ങനെ ഉണ്ടാവും എന്നറിയാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെ ഒരു രീതിയിലൊക്കെയാണ് കഥ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വളരെയധികം പ്രതീക്ഷയോടെ തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് സൂക്ഷ്മദർശിനി എന്ന് പറയാം. ഈ ഇൻവെസ്റ്റിഗേഷൻ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, അങ്ങനെ ഒരു ത്രില്ലർ പരിപാടിയൊക്കെ ഇഷ്ടമാണെങ്കിൽ, കുക്കു FM അവൈലബിൾ ആയിട്ടുള്ള CI സ്വാമിനാഥൻസ് കേസ് ഡയറി ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. അതിൻ്റെ സീസൺ 2 ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അതല്ല, റൂത്തിൻ്റെ ലോകം മറ്റൊരു നല്ല സജഷനാണ്. ഒരു പുസ്തകമൊക്കെ ഇരുന്ന് വായിക്കാൻ കുറേ സമയം എടുക്കുമല്ലോ, പക്ഷെ ഒരാൾ നമുക്ക് വേണ്ടി ഇത് അവതരിപ്പിക്കുക, അതും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഇട്ട് നമുക്ക് പ്രിയപ്പെട്ട ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളൊക്കെ ഡബ് ചെയ്ത് വരുമ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ MT യുടെ മഞ്ഞ്, ഓപ്പോൾ തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ കുക്കു FM ട്രെൻഡിങ് ലിസ്റ്റിലുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം നിങ്ങൾ ഫ്രീ ആയിട്ട് കേൾക്കണമെന്നാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. 7 ദിവസത്തേക്ക്, ആദ്യത്തെ 7 ദിവസത്തേക്ക് അവരുടെ എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻജോയ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് തോന്നും. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുമ്പോൾ 50% ഡിസ്കൗണ്ട് സബ്സ്ക്രിപ്ഷൻ നിരക്കിലും സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ ചെയ്യേണ്ടത് എത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക. 7 ദിവസത്തേക്ക് എല്ലാ പ്രീമിയം ഫീച്ചേഴ്സും എൻജോയ് ചെയ്യുക. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. സൂക്ഷ്മദർശിനിയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സ്, അതായത് ദി വെരി ക്ലൈമാക്സ്, അതിലെ ട്വിസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ ക്ലൈമാക്സിലെ ട്വിസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഒരു പുതുമയുള്ള കാര്യമല്ല. കുറേ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് തമാശയായിട്ടും സീരിയസ് ആയിട്ടും ഹാൻഡിൽ ചെയ്യുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് അതൊരു ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത വെറൈറ്റി പരിപാടിയൊന്നുമല്ല. പക്ഷേ ഇതിലെ ആ ഒരു മെയിൻ വില്ലൻ പരിപാടിയൊക്കെ അനാവരണം ചെയ്യപ്പെടുമ്പോൾ അവിടെ നമ്മുടെ മുന്നിൽ വെളിവാകുന്ന ഒരു സ്ഥാനമുണ്ട്. അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള, ഒരുപാട് സിനിമകളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റീരിയോ ടിപ്പിക്കൽ പരിപാടിയുടെ ബ്രേക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല. അതായത് നമ്മളൊന്നും ആലോചിക്കാത്ത ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം കണ്ടുപിടിക്കുന്ന, ഇതൊരു വീട്ടമ്മയുടെ അല്ലെങ്കിൽ കുറച്ച് വീട്ടമ്മമാരുടെ അയലത്ത് എന്ത് നടക്കുന്നു എന്നറിയാനുള്ള, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ബേസിക് തോട്ട് പ്രോസസ് ഇല്ലേ, അതിൽ നിന്നുകൊണ്ടുള്ളൊരു അന്വേഷണമാണ്. അങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഈ സംഭവങ്ങളെല്ലാം ചുരുളഴിയപ്പെടുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു വീട്ടമ്മ നമ്മൾ ആരും ആലോചിക്കാത്ത ഭയങ്കര ഒരു സാധനം കണ്ടുപിടിച്ചുകൊണ്ട് വന്നു എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല. പലപ്പോഴും ഇങ്ങനെ വരുന്ന സിനിമയിൽ പോലും വളരെയധികം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യം പലരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതൊക്കെ കാണാറുണ്ട്. അത് അതിൻ്റെ വിശ്വാസ്യതയെ കെടുത്തുന്നതാണ്. പക്ഷേ ഇവിടെ ഇത്രേ അവർക്ക് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ രീതിയിൽ അവർക്ക് അവരുടെ ജേർണി സാധ്യമാവുള്ളൂ. അത് അങ്ങനെ തന്നെ കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ വിഷ്വൽ സൈഡാണ്. അവർ വളരെ രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായി ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. സിനിമ തുടങ്ങുമ്പോൾ ഞാൻ ആലോചിച്ചൊരു കാര്യം, കുറച്ചും കൂടി ഒരു ഡാർക്ക് ടോണൊക്കെ പിടിച്ച് പോകാമായിരുന്നില്ലേ എന്നാണ്. പക്ഷേ ഈ സിനിമ ഇത് കണ്ടു കഴിയുമ്പോൾ അതിങ്ങനെ പോകുന്നതാണ് അതിൻ്റെ രസം. കാരണം ഈ പ്രിയദർശിനി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ നായിക കഥാപാത്രത്തിൻ്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. അപ്പോൾ അവർ കാണുന്ന ലോകത്തിനൊരു താളമുണ്ട്, അതിൻ്റെ ഒരു വിഷ്വൽ സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ തന്നെ പോകുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് മനസ്സിലായി. നാലാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ സൗണ്ട് പരിപാടികളൊക്കെയാണ്. അതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പറയുമ്പോൾ ക്രിസ്റ്റോ സേവ്യറാണ് ചെയ്തിട്ടുള്ളത്. അയാൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതിൽ ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഈ സിനിമയ്ക്ക് ഇതിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടുന്ന ആ മൂഡിനനുസരിച്ചുള്ള അതൊരു കറക്റ്റ് ഡെലിവറി ആയിരുന്നു. പടം കഴിഞ്ഞ് ഞാൻ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ വരുമ്പോഴും നായികയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുക്കുന്നുണ്ട്. അതിങ്ങനെ എൻ്റെ വായിലുണ്ടായിരുന്നു. ആ ഒരു ട്യൂണേ നല്ല രസമുള്ള പരിപാടിയാണ്. അഞ്ചാമത്തെ പോസിറ്റീവ് പെർഫോമൻസുകളിലേക്ക് വരുമ്പോഴാണ്. അതിൽ ബേസിലിൻ്റെ കാര്യം പറയുമ്പോൾ ബേസിൽ ഇങ്ങനെ ഒരു വില്ലത്തരം കാണിക്കുന്ന, കാരണം ബേസിലാണ് ഈ സിനിമ മുഴുവൻ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നസ്രിയയുടെ ക്യാരക്ടറിന് കുറച്ച് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങളെയൊക്കെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യുന്നത്, അതായത് കാണുന്ന ഏതൊരാൾക്കും സംശയം തോന്നുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാമെന്ന് പറയില്ലേ, അത് ബേസിൽ വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും എനിക്ക് എവിടെയോ കുറച്ചും കൂടി ഒരു എക്സ്പ്രഷൻ പരിപാടികൾ വേണ്ടിയിരുന്നില്ലേ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അവസാനത്തെ ചുരുളഴിയൽ കഴിയുമ്പോഴേക്കും അതിന് ഏകദേശം ഒരു ഉത്തരം കിട്ടുന്നുണ്ട്. ആൻഡ് നസ്രിയ, ഈ പഴയ നസ്രിയത്വം എന്ന് നമുക്ക് പറയാവുന്ന പുള്ളിക്കാരിയുടെ കുറച്ച് സാധനങ്ങളുണ്ട്. മറ്റേ ചാടി റിയാക്ട് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ഒട്ടും ഇല്ലാണ്ടായിട്ടില്ല, എന്നാൽ പോലും
പരമാവധി നസ്രിയയിൽ നിന്ന് മാറി ഈ ക്യാരക്ടറിലേക്ക് വരാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ബാക്കി കുറേ ആളുകളുടെ പേരുകളും കൂടി പറയാനുണ്ട്. പക്ഷേ ചില പേരുകളും ചില പുകഴ്ത്തലും പറഞ്ഞാൽ അതും സ്പോയിലറായി പോകുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും അവരവർക്ക് കിട്ടിയിട്ടുള്ള കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനി നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെങ്കിൽ പ്രധാന നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ചും കൂടി ക്രിസ്പ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി ഷോർട്ട് ആക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഇതിലെ മെയിൻ ട്വിസ്റ്റിലേക്ക് വരുമ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലായി, അപ്പോൾ ഇത് തന്നെ സംഭവം, ഇതിങ്ങനെയാണെങ്കിൽ അതിങ്ങനെ ആയിരിക്കുമല്ലോ, അപ്പോൾ അവർ ഈ കാരണം കൊണ്ടായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞു ആ ഒരു സിംഗിൾ കാര്യം കാണിക്കുമ്പോൾ തന്നെ. പക്ഷെ പിന്നെയും അങ്ങോട്ടിട്ട് നീട്ടി വലിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ മുന്നോട്ട് പോക്കിൽ ഈ പറയുന്ന ഒരു ഉദ്വേഗം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്തില്ല. അതുപോലെ തന്നെ സിനിമയുടെ തുടക്കത്തിൽ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ പരിപാടികളിൽ ഇങ്ങനെ ഈ കാണിച്ചത് തന്നെ വീണ്ടും കാണുന്നു എന്ന് നമുക്ക് തോന്നുകയെന്ന് പറയില്ലേ, ഒരേപോലത്തെ സംശയങ്ങൾ, ഒരേപോലത്തെ ഡിസ്കഷനുകൾ, അങ്ങനെ മുന്നോട്ട് പോകുന്ന പോലെ കുറച്ചും കൂടി ഒന്ന് ക്രിസ്പാക്കി കുറച്ചും കൂടി ഷോർട്ടാക്കിയിരുന്നെങ്കിൽ കുറേ കൂടി എൻഗേജിങ് ആയിട്ട് ഫീൽ ചെയ്തതാണ്. രണ്ടാമത്തെ കാര്യം, അതിലൊരു സ്പോയിലർ എലമെൻ്റ് ഇല്ലാതെ പറയാനാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഡിസിഷൻ എടുക്കുന്നയാൾ അയാൾ തന്നെയായിരിക്കും ഇതിൻ്റെ മെത്തേഡ് എങ്ങനെ വേണമെന്നുള്ളത് തീരുമാനിക്കുക. കാര്യം അതങ്ങനെയാണ്. കാരണം ആ തീരുമാനമെടുക്കാനുള്ള മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്ക് ഇതെങ്ങനെ വേണമെന്ന് തീരുമാനിക്കാനും പറ്റും. ഇത്രയൊന്നും വളഞ്ഞ് മൂക്കി പിടിക്കേണ്ട കാര്യമില്ല. ഇനി ഇങ്ങനെ വളഞ്ഞ് മൂക്കി പിടിക്കുമ്പോൾ ഇതിൻ്റെ വാലെ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരാനും നമ്മളിലേക്ക് അന്വേഷണം നീളാനുമുള്ള സാധ്യതയുണ്ടെന്നൊക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ സിനിമ കണ്ട ആളാണെങ്കിൽ മാത്രമേ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സിറ്റുവേഷനിൽ മാത്രം വെളിവാകുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഡിസിഷൻ എടുക്കുന്ന ആൾക്ക് മോഡ് ഓഫ് ഓപ്പറേഷൻ എങ്ങനെ വേണമെന്നുള്ളതും അയാൾ തന്നെ ആയിരിക്കും തീരുമാനിക്കുക. അല്ലാതെ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുന്ന ഒരു സ്പേസ് അവിടെ ഇല്ല. ഒരുപാട് വളഞ്ഞു മൂക്കി പിടിക്കാൻ ഇങ്ങനത്തെ സിറ്റുവേഷനിലൊന്നും ആരും വളഞ്ഞു മൂക്കി പിടിക്കാൻ മെനക്കെടില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ മാറ്റുന്നത് കുറച്ചും കൂടി ഒന്ന് ക്രിസ്പാക്കി ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ പരിപാടികൾ കുറച്ചും കൂടി ഇത് ലോജിക്കലി വന്നിരുന്നെങ്കിൽ, പക്ഷേ എൻ്റെ ലോജിക്കലല്ല, കഥയ്ക്കുള്ളിലെ ലോജിക്ക് വെച്ച് തന്നെയാണ് പറയുന്നത്, വന്നിരുന്നെങ്കിൽ കുറേ കൂടി ഗംഭീരമായിട്ടുള്ളൊരു അനുഭവം സമ്മാനിച്ചേനെ സിനിമ എന്നെനിക്ക് തോന്നി. എന്തായാലും ഒരു സാധാരണ വീട്ടമ്മ അയൽപ്പക്കത്ത് നടക്കുന്ന ചില കാര്യങ്ങളിൽ അതിലെന്ത് കുഴപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ, പ്രത്യേകിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുടെയും ഡീറ്റെയിലിംഗ് ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് അവരെത്താൻ സാധ്യതയുള്ള, അവർ പോകാൻ സാധ്യതയുള്ള വഴികളിലൂടെ വളരെ നാച്ചുറലായിട്ട് പോകുന്ന ഒരു സിനിമയാണിത്. ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവമാണ്. നഷ്ടബോധമൊന്നും തോന്നിപ്പിക്കാത്ത ഒരു വൺ ടൈം വാച്ചബിൾ അനുഭവം. പക്ഷേ അത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ മറിച്ചായിരിക്കാം. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.